Good morning. Section 143. Section 143. Powers and duties of powers and duties of auditors. Powers and duties of auditors. Powers and duties of auditors and auditing standards. Section 143, very important section. Powers and duties of auditors and auditing standards. Then under first year powers or rights of auditors. Powers or rights of auditors. Section 143 subsection 1 audited powers അല്ലെങ്കിൽ audited rights duty അല്ല rights അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് audited പവറും അല്ലെങ്കിൽ audited rights ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ right to access. Right to access to books of accounts and budgets, etc. Auditor has the right to access at all times to the books of accounts and vouchers of the company wherever
maintained. Wherever maintained. Okay. So ഒന്ന് ശ്രദ്ധിക്കുക, ഓഡിറ്ററുടെ റൈറ്റ് അല്ലെങ്കിൽ പവറിലുള്ളതാണ് right to access to books of accounts and vouchers, etc. The auditor has the right to access access at all times to the books of accounts and vouchers of the company wherever maintained. എന്താണ് wherever maintained കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ നിങ്ങൾ ലോയിൽ പഠിച്ചിട്ടുണ്ടാവും സെക്ഷൻ 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എവിടെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എവിടെയാണ്? Section 128. Section 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? Company. Head office or any other place in India. Head office or registered office. Head office. Registered office. Registered office or any other place in India. Okay. So normally decided by the board. അതോ പറയുന്നത് company. Company means എന്താണ്? കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ എവിടെ ആയിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ടത്? നോർമലി രജിസ്റ്റേർഡ് ഓഫീസിലായിരിക്കണം. ഓക്കെ, സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതർ പ്ലേസ്. ഓക്കെ, സോ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും പ്ലേസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി തീരുമാനിച്ച് ഏതാണോ അതർ പ്ലേസ് എന്ന് തീരുമാനിച്ച് അറിയിക്കണം. സോ ദാറ്റ് മീൻസ് അതാണ് എവിടെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിലും. സോ പിന്നെ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബുക്സ് വൗച്ചേഴ്സ് എല്ലാം കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട്. പ്ലസ് സെക്ഷൻ 128 ഇതാണ് നമ്മുടെ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെക്ഷൻസ്. സോ 2 സബ്സെക്ഷൻ 13 വൗച്ചേഴ്സ് എന്താണ്, ബുക്സിന്റെ അണ്ടർലൈൻ ബുക്സിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്ലസ് 128 പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് നോർമലി രജിസ്റ്റേർഡ് ഓഫീസിലാണ്. രജിസ്റ്റേർഡ് ഓഫീസിൽ അല്ലാതെ വേറെ ഓഫീസിലും കീപ്പ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ച് അറസ്റ്റ് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇന്ത്യയിലായിരിക്കണം. സോ ബ്രാഞ്ച് ഓഫീസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെക്ഷൻ 128 പറയുന്നുണ്ട്. സോ അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് എവിടെ കീപ്പ് ചെയ്താലും ഓഡിറ്റർക്ക് എന്താണ് അതിനകത്ത് ആക്സസ് ഉണ്ട്. അത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ഓഡിറ്ററുടെ റൈറ്റ് അല്ലെങ്കിൽ പവർ ആണ്. ക്ലിയർ അല്ലേ? Okay, sir. Then second one. ക്ലിയർ ആണോ അല്ലേ? സെക്കൻഡ് പോയിന്റ്. ആ സെക്ഷൻ 128 മുതൽ മിനിമം 128 നമ്മൾ കമ്പനി ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് 128 മുതൽ 138 വരെയുള്ള സെക്ഷനെങ്കിലും ഒന്ന് സെക്ഷൻ സബ്സെക്ഷൻ ഉൾപ്പെടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പലയിടത്തും ഇതേപോലെ സെക്ഷൻ 128 സെക്ഷൻ 129 ഒക്കെ പറഞ്ഞു പോകും നമ്മള്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റർ വരുന്നത് 139 to 148 ആണ്. സോ 128 to 138 വരെയുള്ള അതിനകത്ത് CSRന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഇത്രയും പെട്ടെന്ന് പഠിച്ചു മാറുക. Then next one, right to obtain information and explanation. Right
to obtain information and explanation. Information and explanation. Auditor has a right. Auditor has a right to obtain information and explanation. Information and explanation. Which he considers necessary for the purpose of audit. Necessary for the purpose of audit. From officer or employee of the company. If the company denies, if the company denies, if the company denies the auditor, company denies the auditor access to books or does not provide the information does not provide the information required for audit. Required for audit. The auditor, the auditor needs to mention, the auditor needs to mention the fact. Auditor needs to mention the fact.
in his audit report. Audit report. So first one endana all time access to books of accounts, then right to obtain information and explanation from officers or employee of the company. So ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, സോ ഓഡിറ്റർക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ഓൾ ടൈം ആക്സസ് വേണം. പ്ലസ് ഓഡിറ്റർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് എന്താണ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയി ഷുഡ് ആൻസർ. സോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഓഡിറ്റർക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടില്ല. സോ ദാറ്റ് ഫാക്ട്. സോ നമ്മൾ എന്തായിരിക്കും സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഏത് ടൈപ്പ് ഓഫ് ഒപ്പീനിയനിലേക്ക് പോകാം? ഏത് ടൈപ്പാണ്? ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ. ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയനിലേക്ക് പോവാം. സാറേ ഇത് സെക്കൻഡ് പോയിന്റ് ആണ്, അത് സബ്സെക്ഷൻ 2 ആണ്. സെക്കൻഡ് പോയിന്റ് ആണ്, സബ്സെക്ഷൻ 2 അല്ല. 43 സബ്സെക്ഷൻ 1 നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ഒന്നാണ് റൈറ്റ് അല്ലെങ്കിൽ പവേഴ്സ്. ദെൻ അടുത്തത് ഡ്യൂട്ടി ഡിസ്കസ് ചെയ്യും. അതിനകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഡ്യൂട്ടി. സോ ഇതെല്ലാം നമ്മൾ 43 സബ്സെക്ഷൻ 1 43 സബ്സെക്ഷൻ 2 വരുന്നത് പിന്നീടാണ്. 43 സബ്സെക്ഷൻ 1 ഇതേപോലെ കുറെ സബ് പോയിന്റ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അവിടെ ഒരു ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ. സോ ആ ഒരു കേസിലും എന്ത് സംഭവിച്ചിരിക്കും? ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ബേസിസ് ഫോർ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിൽ ഇത്. ദാറ്റ് മീൻസ് ഓഡിറ്റ് നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ എവിടെ ഡിസ്കസ് കഴിഞ്ഞു? 705 അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ബട്ട് ഇവിടെ ആണോ ഓഡിറ്ററുടെ റൈറ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങൾ ഇൻഫർമേഷൻ തന്നില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കയറ്റാൻ പറ്റില്ല. ഇത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്, ഓഡിറ്ററുടെ പവർ ആണ്. എന്താണ് അങ്ങനെ കിട്ടിയിട്ടില്ല, ഓഡിറ്റർ ചോദിച്ച ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓഡിറ്റർ ചോദിച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കിട്ടിയില്ല എങ്കിൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? അത് റിപ്പോർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ സർ. Then next one. Third point. Right of auditor of holding company. Auditor of holding company. Auditor of holding company can access auditor of holding company can access the records of subsidiary and associates, subsidiary and associates in relation to consolidated financial statements. Consolidated financial statements.
Then next point, right to receive remuneration. Right to receive remuneration. Right to receive remuneration. Okay. So already നമ്മൾ സെക്ഷൻ 142 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റർക്ക് റെമ്യൂണറേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. സോ അവിടെ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ഓഡിറ്റർ ടു റിസീവ് റെമ്യൂണറേഷൻ. Then next one, right to resign before completion of tenure. So നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യുന്ന ഏതായിരുന്നു സെക്ഷൻ? ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിറ്റർക്ക് സെക്ഷൻ 142 or 140 subsection 2. 142 എന്തായിരുന്നു? റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ അല്ലേ? സെക്ഷൻ 142. സെക്ഷൻ 140യിലാണ് നമ്മൾ സ്പെഷ്യൽ നോട്ടീസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെക്ഷൻ 140യില് 140 സബ്സെക്ഷൻ 2 നോക്കുക. റെസിഗ്നേഷൻ ബൈ ഓഡിറ്റർ. ഓഡിറ്ററുടെ റെസിഗ്നേഷൻ, ഓഡിറ്റർക്ക് റൈറ്റ് ആണ് ഓഡിറ്ററുടെ. നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 140 സബ്സെക്ഷൻ 2 പ്രകാരം ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? റിസൈൻ ചെയ്യാം ബിഫോർ ദ ടെൻഡർ. സോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലാണ് ഓഡിറ്റർ പെനാൽറ്റി അണ്ടർ സെക്ഷൻ 140 സബ്സെക്ഷൻ 3. സോ ഓരോ സെക്ഷനും സബ്സെക്ഷനും എൻ്റെ അടുത്ത് തന്നെ അറിഞ്ഞിരിക്കാം, കണക്ട് ചെയ്യാൻ പറ്റണം. സെക്ഷൻ 140 സബ്സെക്ഷൻ 2ലാണ് അത് പറയുന്നത് ഓഡിറ്റേഴ്സ് റൈറ്റ് ടു റിസൈൻ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ടെൻഡർ. 139 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആണെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത് 5 years. ദാറ്റ് മീൻസ് ആ ഒരു AGMന്റെ കൺക്ലൂഷൻ മുതൽ നെക്സ്റ്റ് 6th AGMന്റെ കൺക്ലൂഷൻ വരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓഡിറ്റർക്ക് അവിടെ തുടരാൻ താല്പര്യമില്ല എങ്കിൽ ഇൻ ബിറ്റ്വീൻ പീരീഡ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? സെക്ഷൻ 140 സബ്സെക്ഷൻ 2 പ്രകാരം അത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ഓഡിറ്റർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു കാരണം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം? റിസൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? Okay, sir. Then next one, right of opportunity of being heard. Right of opportunity of being heard. In case of removal before tenure. So ഓഡിറ്ററെ ടെനറിന് ബിഫോർ റിമൂവ് ചെയ്യുന്ന സെക്ഷൻ ഏതായിരുന്നു? 140 മാത്രം സബ്സെക്ഷൻ കൂടെ വേണം. സബ്സെക്ഷൻ 1 അല്ലെ? അതിൽ പറയുന്നുണ്ട് ഓഡിറ്ററെ സ്പെഷ്യൽ നോട്ടീസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 140 സബ്സെക്ഷൻ 1 പ്രകാരം ഓഡിറ്ററുടെ ടെന്യൂറിന് മുമ്പ് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ബട്ട് അവിടെ എന്ത് കൊടുക്കാറുണ്ട്? ഓഡിറ്റർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹെഡ്. ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ. സോ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹെഡ് കൊടുക്കാൻ പറ്റില്ല. സോ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹെഡ് കൊടുക്കാതിരിക്കണം എപ്പോഴാണ്? ആ ഓഡിറ്റർ കമ്പനിയെ ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ. ഓക്കെ, കമ്പനിയെ സോ ഡെറോഗേറ്റ് ലാസ്റ്റിലെ ഒരു ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ഹൈക്കോടതി ഡിസിഷൻ ഉണ്ട്. ഒരു സ്റ്റുഡന്റ് പാൻഡമിക് സിറ്റുവേഷനാണ്, വീട്ടുകാർക്കൊക്കെ കോവിഡ് വന്നു എന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു മെയിൽ അയച്ചു. അതിനുശേഷം ഓപ്റ്റ് ഔട്ട് ചെയ്ത് എക്സാം എഴുതി. എക്സാം റിസൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ഹെൽഡ് ചെയ്തു. അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു.
ഒരു ഹൈക്കോർട്ട് അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കിയിരുന്നേ. Then next one. Right to receive. Right to receive. Right to receive notice of general meeting and receive notice of general meeting and to attend general meeting. ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. The auditors of a company are entitled to attend the general meeting. Auditors of a company are entitled to attend the general meeting of the company in bracket. The right is not restricted. The right is not restricted. The right is not restricted to those at which the accounts audited by them are to be discussed. The accounts audited by them are to be discussed. The accounts audited by them are to be discussed. Sir, to those at which the accounts audited by them are to be discussed. To those which the accounts audited by them are to be discussed. Comma, bracket close. Also to receive. Also to receive. Also to receive. All the notice and other communications relating to general meetings. All the notice. And also to receive all the notice, all the notices and other communications relating to general meeting. Relating to general meetings.
comma, which the members are entitled to receive, comma, which the members are entitled to receive. Sir, ഒന്നൂടെ. Also, the members also to receive all the notices and other communications relating to general meetings, comma, which the members are entitled to receive. Members are entitled to receive and to be heard at any general meeting and to be heard at any general meeting in any part of the business of the meeting which concerns them as auditors, which concerns them as auditors. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ് ആൻഡ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ഓക്കെ, സോ ഇവിടെ ജനറൽ മീറ്റിംഗ്, നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ഓഡിറ്റർക്ക്, അതായത് മെമ്പേഴ്സിന് എന്തൊക്കെ ജനറൽ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസോ അല്ലെങ്കിൽ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണോ കിട്ടുന്നത് അതെല്ലാം ഓഡിറ്റർക്കും കിട്ടിയിരിക്കണം. ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓഡിറ്റർക്ക് എനി ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. എനി ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് ദ റൈറ്റ് അല്ലെങ്കിൽ പവർ ഓഫ് ഓഡിറ്റർ. ഓക്കെ, സോ ഇവിടെ ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നല്ല. ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു അറ്റൻഡ് എനി ജനറൽ മീറ്റിംഗ്. സോ കമ്പനി പറയുവാണ് ഇതൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ല, ഒരു ജനറൽ മീറ്റിംഗ് ആണ്. ഈ ജനറൽ മീറ്റിംഗിൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓഡിറ്റർ വരണ്ട എന്ന് കമ്പനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല, അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും അറിയണ്ട. ഓഡിറ്ററുടെ റൈറ്റ് ആണ് ടു അറ്റൻഡ്, അല്ലെ? സോ ജനറൽ മീറ്റിംഗിനെ കുറിച്ചുള്ള നോട്ടീസ് ഓഡിറ്റർക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ എനി കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് ജനറൽ മീറ്റിംഗ് അതെല്ലാം ഓഡിറ്റർക്ക് പാസ് ചെയ്തിരിക്കണം. പ്ലസ് ഓഡിറ്റർക്ക് വേണമെങ്കിൽ, ഇറ്റ് ഇസ് റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ, നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ. ഓഡിറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത ജനറൽ മീറ്റിംഗും അറ്റൻഡ് ചെയ്യാം. ഓഡിറ്റർ അറ്റൻഡ് ചെയ്യണ്ട എന്ന് ആർക്ക് പറയാൻ പറ്റില്ല? മാനേജ്മെന്റിന് പറയാൻ പറ്റില്ല. സോ ഓഡിറ്റർ പറയുന്ന ഒരു ജനറൽ മീറ്റിംഗ് ആണ്, ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഡിറ്റർക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാം. പക്ഷേ ഓഡിറ്ററെ അറിയിച്ചിരിക്കണം, അല്ലാണ്ട് ഓഡിറ്റർ വരണ്ട. ഇതിനകത്ത് എന്താണ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തതിന്റെ പാർട്ടിനെ കുറിച്ച് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളുടെ കൺസേൺ വരുന്ന ഒരു ഡിസ്കഷനും വരുന്നില്ല എന്ന് പറയാൻ ആർക്ക് പറ്റില്ല? മാനേജ്മെന്റ് അല്ലെങ്കിൽ കമ്പനിക്ക് പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ ടു അറ്റൻഡ് എനി ജനറൽ മീറ്റിംഗ്. ഓക്കെ, സോ പ്ലസ് പിന്നെന്താണ് അവിടെ ജനറൽ മീറ്റിംഗിനകത്ത് വരാം, ഓഡിറ്റർക്ക് അതിനകത്ത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കാം, അതെല്ലാം ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇനി ജനറൽ മീറ്റിംഗിനകത്ത് AGM അല്ല, ജനറൽ മീറ്റിംഗിനകത്ത് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓഡിറ്റർ വരണ്ട എന്നാണ് കമ്പനിയുടെ സ്റ്റാൻഡ് എങ്കിൽ ഒരിക്കലും അങ്ങനെ കമ്പനിക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് 143 സബ്സെക്ഷൻ 1 പറയുന്നുണ്ട് റൈറ്റ് ടു റിസീവ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗ്, റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ജനറൽ മീറ്റിംഗ് ആൻഡ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ് ആൻഡ് ദ റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ. സോ കമ്പനിക്ക് ഒരിക്കലും എന്താണ് ഓഡിറ്ററുടെ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? Okay, sir. Then next point.
Next one, right to report. Right to report to the members of the company. Right to report to the members of the company on the accounts examined by him. On the accounts examined by him. So എന്താണ് ഓഡിറ്ററുടെ റൈറ്റ് ആണ് എക്സാമിൻ ചെയ്ത അക്കൗണ്ട്സിനകത്ത് അതിന്റെ റിപ്പോർട്ട് മെമ്പേഴ്സിന് കൊടുക്കുക അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗിൽ വെക്കുക എന്നുള്ളത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. സോ നമ്മൾ ഇവിടെയാണ് മറ്റേ 700 705 ഒക്കെ പറയുന്നത്. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തു. ഇൻ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ the audit opinion should be modified. Okay, so that means unmodified opinion അല്ല കൊടുക്കാൻ. സോ മാനേജ്മെന്റ് പറയുവാണ് ഇല്ല SA 700 പ്രകാരം അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ. സോ ബുക്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്തു, എന്താണോ അതിൽ നിന്ന് കിട്ടിയത്, കൺക്ലൂഷൻ എന്താണോ അത് മെമ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓഡിറ്റർ റൈറ്റ് ആണ്. അത് എന്താണ് ജനറൽ മീറ്റിംഗിൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോർമലി ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെക്കാറുണ്ട്. അത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. Then next one, right to lien. Right to lien. Right to lien. Lien refers to retaining books of accounts Next point, following are the conditions to exercise for exercising lien.
റൈറ്റ് ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ലീൻ റെഫേഴ്സ് ടു റിട്ടൈനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിന്റെ കൂടെ തന്നെ ഒരു ലൈൻ കൂടെ ഒന്ന് എഴുതിയേക്കുക. The auditor can exercise lien on books and documents at his possession by client for non-payment of fee. By client for non-payment of fees. So ഓഡിറ്റർക്ക് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് ഓഡിറ്ററുടെ പൊസിഷനിൽ ക്ലയന്റ് കൊടുത്തിരിക്കുന്ന ബുക്സിന്റെ പുറത്ത് ഓഡിറ്റർ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന്റെ ഓഡിറ്ററുടെ ഓഡിറ്റ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് ഫീസ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? റീറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നതാണ് എന്ത്? റൈറ്റ് ടു ലീൻ. പോയിന്റ്സിനകത്ത് എഴുതാം. കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ഡോക്യുമെന്റ്സ്. First one, documents retained must belong to the client who owes the money. Documents must belong to the client who owes the money. Second one, documents must have come into possession of the auditor on the authority of client. Possession of the auditor On the authority of client. Authority of client. On the authority of client. ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് എഴുതാം. They must not have received through irregular or illegal. Irregular or illegal means
Then next point, the auditor can retain the documents only if he has done work on the documents assigned to him. The auditor can retain the documents only if he has done work on the documents assigned to him. The last point, such of the documents can be retained which are connected with the work on which we have not been paid. We have not been paid. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. So right to leave. So books of accounts ഓഡിറ്ററുടെ കയ്യിൽ വന്നിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീറ്റെയിൻ ചെയ്യുന്നതിനാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. സോ നോൺ പേയ്മെന്റ് ഓഫ് ഫീസിനാണ് ഓഡിറ്റർക്ക് ലീൻ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. ഡോക്യുമെന്റ് ഷുഡ് ബിലോങ്സ് ടു ദ ക്ലയന്റ് ഹു ഓസ് ദ മണി. ഓക്കെ, സോ ഓഡിറ്റർ ഇപ്പം ഓഡിറ്റർ ഈ ക്ലയന്റുമായിട്ട് തന്നെ ഏറ്റവും അടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ബുക്സ് പിടിച്ചു വെച്ചിട്ട് ക്ലയന്റിന്റെ കയ്യിൽ ഫീസ് കളക്ട് ചെയ്യാൻ ഓഡിറ്റർക്ക് പറ്റില്ല. ദെൻ ഓഡിറ്ററുടെ കയ്യിലേക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്ന നോർമൽ പ്രൊസീജിയറിലായിരിക്കണം. പൊസഷൻ ഓഡിറ്റർ അതോറിറ്റി ഓഫ് ദ ക്ലയന്റ്. ഓക്കെ, സോ ഇറഗുലർ അല്ലെങ്കിൽ ഇല്ലീഗൽ മീൻസിലൂടെ ആകരുത്. സോ ഫീസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഗുണ്ടകളെ വിട്ട് ക്ലയന്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കളക്ട് ചെയ്ത് വെക്കുന്നതിനല്ല ലീൻ എന്ന് പറയുന്നത്. സോ കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സോ ഓഡിറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഓൾ ടൈം ബുക്സിൽ ആക്സസ് ഉണ്ട്. അങ്ങനെ ആക്സസ് ചെയ്ത് പൊസിഷനിൽ വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി നമ്മുടെ ഓഡിറ്ററുടെ പൊസിഷനിലേക്ക് തന്നിരിക്കുന്നതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീൻ എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. So auditor can retain the documents only if he has done work on such documents assigned to him. Okay, so നമ്മുടെ ഓഫീസിലൊക്കെ സംഭവിക്കുന്ന പോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വന്നിട്ട് 3 മാസമായി, ബട്ട് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അങ്ങനെ എന്നിട്ട് ഫീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്ററുടെ ലീൻ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്ത് ചെയ്തിരിക്കണം, ആ കിട്ടിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നോർമലി വർക്ക് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീൻ. ഓക്കെ, ദെൻ such documents can be retained which are connected with, so auditor വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീ പേ ചെയ്തില്ല എങ്കിൽ ലീൻ എക്സർസൈസ് ചെയ്യാമെന്ന് പറയുന്നത്. താഴെ സ്റ്റാർട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് 131st meeting of
ethical standards. Ethical standard. Ethical standards board. On ICAI held on 27/4/2016. As per the decision of 131st meeting of Ethical Standard Board of ICA held on 27/4/2016, a chartered accountant cannot exercise. A chartered accountant cannot exercise right of lien. So ethical standard board പറഞ്ഞിരിക്കുന്നുണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെ പിടിച്ചു വെക്കണ്ട, റൈറ്റ് ടു ലീൻ എക്സർസൈസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കമ്പനീസ് ആക്ട് 2013 ഇപ്പോഴും റൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, റൈറ്റ് ഓഫ് ലീൻ. ബട്ട് എത്തിക്കൽ ബോർഡ് ഓഫ് ICAI പറയുകയാണ് അങ്ങനെ ഒരു ലീൻ എക്സർസൈസ് ചെയ്യേണ്ട. സോ ഇപ്പോഴും നമ്മുടെ റൈറ്റ്സിൽ കിടപ്പുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കണം. പ്ലസ് ഈ ഒരു പർട്ടിക്കുലർ നോട്ട് കൂടെ എഴുതണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ethical as per the decision of ethical standard boards, ethical standards board of ICAI, a chartered accountant cannot exercise right of lien. A chartered accountant cannot exercise right of lien. Cannot exercise right of lien. Clear already? So, the scenario lien exercise in lien means retaining books of accounts on non-payment of fees. So, conditions and documents client in so authority or good irregular illegal means possession. So, auditor and അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാകണം. സോ ഫീ വർക്ക് ചെയ്ത് ഫീ കിട്ടാത്തതിന് ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ലീൻ എക്സർസൈസ് ചെയ്യാം. ബട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ICAI പറയുന്നു, അതിന്റെ ഒരു മീറ്റിംഗിലെ ഡിസിഷൻ അനുസരിച്ച് എന്ത് പറയുന്നുള്ളൂ, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കനോട്ട് എക്സർസൈസ് റൈറ്റ് ഓഫ് ലീൻ. ദാറ്റ് മീൻസ് അവർ എന്ത് ചെയ്യേണ്ട, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പിടിച്ചു വെച്ചിട്ട് ഫീ മേടിക്കുന്ന രീതി വേണ്ട എന്ന അവരുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ബോർഡ് പറയും. ക്ലിയർ അല്ലേ? Okay, sir. Sir, fees ഒക്കെ തന്നില്ലെങ്കിൽ ഫീസ് തന്നില്ലെങ്കിൽ ഇത് പറയാനാണെങ്കിൽ പോയി ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് ടു ലീൻ ഉണ്ടായിരുന്നു. സോ പിന്നെ ഫീസ് തന്നെ കമ്പനി ഓഡിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫീ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എ ആണ് ഓഡിറ്റ് ചെയ്യുന്നത്, ഫീസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഉറപ്പായിട്ടും റിസൈൻ ചെയ്യും. റിസൈൻ ചെയ്യുമ്പോഴത്തേക്കും പുതിയതായിട്ട് എന്താണ് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യും. സോ ഈ ഓഡിറ്റർ NOC പ്രീവിയസ് ഓഡിറ്ററായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. സോ റിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അതിനകത്ത് റിസൈൻ ചെയ്യുകയാണെങ്കിൽ അവർ ഇതും പറയും. സോ മീറ്റിംഗിൽ മെമ്പേഴ്സിന്റെ മീറ്റിംഗിൽ ഫീസ് കിട്ടിയില്ല എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചിലപ്പോൾ ഫീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്റർ അങ്ങനെയുള്ള ഫീസ് കിട്ടിയില്ല, ഓഡിറ്റർക്ക് കമ്പനിയായിട്ട് അടിവെക്കാൻ വയ്യ, ഫീസ് കിട്ടിയില്ല എന്ന രീതിയിൽ
മെൻഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ ഓഡിറ്ററോട് ചോദിക്കുമ്പോൾ പുതിയ ഓഡിറ്റർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്, ഇവിടെ എന്ത് പറയും ഫീ കിട്ടിയില്ല, സോ ഈ ഓഡിറ്റർ എന്ത് ചെയ്യത്തില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ എളുപ്പം ഫീസ് കിട്ടാം. ക്ലിയർ? ഓക്കെ സർ. Then next here, duties of auditor. Duties of auditors. So very important, duties of auditor. Auditors. Section 143 subsection 1 തന്നെ പറയുന്നത് duties of auditors. It is the duty of auditor as per section 143 subsection 1, 143 subsection 1. It is the duty of auditor to inquire. So underline or different ink, inquire. Into following matters. Inquire into following matters. It is the duty of the auditor to inquire into the following matters. Very important word, inquire. First one, A. Whether loans and advances made by the company on the basis of security have been properly secured. Properly secured. And whether the terms on which they have been made are prejudicial to the interest of the company.
company or its members. Or its members. Second one, whether transactions of the company, whether transactions of the company which are represented merely by book entries, underline or different book entries. First one, loans and advances. Book entries are prejudicial to the interest of the company. Then third one, whether the company not being where the company not being an investment company or a banking company comma, whether so much of the assets of the company as consist of shares comma, debentures and other securities have been sold at a price less than that at which they were purchased by the company.
They were purchased by the company. They were purchased by the company. Then next point, whether loans and advances made by the company have been shown as deposits. So loans and advances, then deposits. Next one, whether the personal expenses have been charged to revenue, have been charged to revenue. Have been charged to revenue. Then last one, whether where it is stated in the books and documents of the company that any shares have been allotted, any shares have been allotted, any shares have been allotted, any shares have been allotted for cash. Any shares have been allotted for cash, comma, whether the cash has actually been received, whether the cash has actually been received in respect of such allotment, comma, and if no cash has actually been so received, not
received, comma, whether the position as stated in the account books and the balance sheet is correct. Correct, comma, regular and not misleading. That is star note on the note. The auditor should make a report. A report to the members in case if he finds answer to any of the above matters, is adverse. So, very, very important. So, duties of auditor. Okay. So, another 143 subsection 1 duty the auditor. It is the duty of the auditor to just inquire. So, ഇവിടെ എന്താണ് ഓഡിറ്റർ എൻക്വയറി ചെയ്തിരിക്കണം, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റർ ഷുഡ് എൻക്വയർ ദ ഫോളോയിങ് മാറ്റേഴ്സ്. സോ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ഓഡിറ്റർ 143 സബ്സെക്ഷൻ 1 പ്രകാരം എൻക്വയറി ചെയ്യേണ്ടത്? സോ ഒന്ന് ശ്രദ്ധിക്കുക. സെക്ഷൻ 143 subsection 1 duties of auditors. Okay. It is the duty of the auditor to inquire. So, endaka matters an auditor inquiry cheyyendathu? Loans and advances. Yes. So, first one endarnu? First one, loans and advances properly
സെക്വേർഡ് ആണോ. സോ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റിന് ചെന്നു, ഓഡിറ്റിന് ചെന്നിട്ട് അവിടെ ഓഡിറ്റർ എൻക്വയറി ചെയ്തു. സോ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, so security വെച്ചിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആർ പ്രോപ്പർലി, സോ സെക്യൂരിറ്റി വേണ്ടത് പ്രോപ്പർലി സെക്വേർഡ് ആണോ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തിരിക്കുന്നത് പ്രോപ്പർലി സെക്വേർഡ് ആണോ. സോ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ആൻസർ കിട്ടി യെസ്. സോ പ്രോപ്പർലി സെക്വേർഡ് ആണെങ്കിൽ പിന്നെ റിപ്പോർട്ട് ചെയ്യണോ, അതാണ് ഏറ്റവും താഴെ പറയുന്നത്. ഓഡിറ്റർ ഷുഡ് മേക്ക് എ റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സ് ഇൻ കേസ് if he find answer to any of the above matters is adverse. So that means loans and advance നമ്മുടെ റിപ്പോർട്ടിൽ എല്ലാ ലോൺസും അഡ്വാൻസും പ്രോപ്പർലി സെക്വേർഡ് ആണ് എന്ന് റിപ്പോർട്ടിൽ കേട്ടണ്ട. ബട്ട് ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ഓഡിറ്റ് ഈസ് ദ ഡ്യൂട്ടി, റൈറ്റ് അല്ല അല്ലെങ്കിൽ പവർ അല്ല, ഓഡിറ്റർ ചെയ്തിരിക്കണം. ഡ്യൂട്ടി മീൻസ് ദാറ്റ് മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു റൈറ്റിനകത്ത് പറഞ്ഞു ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ ഓഡിറ്റർ ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ഓഡിറ്ററുടെ റൈറ്റ് ആണ്, ഓഡിറ്റർക്ക് വേണമെങ്കിൽ, സോ ഓഡിറ്റർക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന AGM ഒഴിച്ച് ബാക്കിയുള്ള ജനറൽ മീറ്റിംഗ് ഓഡിറ്റർക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ ഇവിടെ പക്ഷെ എന്താണ്, ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി മീൻസ് ഷുഡ് പെർഫോം. ഇതെന്താണ്, എൻക്വയറി ചെയ്യണം, റിപ്പോർട്ട് ചെയ്യാനല്ല ഡ്യൂട്ടി, എൻക്വയറി. ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രോപ്പർലി സെക്യൂർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, പിന്നെ റിപ്പോർട്ട് ചെയ്യണ്ട. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആർ നോട്ട് പ്രോപ്പർലി സെക്യൂർഡ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് പറഞ്ഞില്ല എന്താണ്, അഡ്വേഴ്സ് ആൻസർ കിട്ടിയാൽ, അഡ്വേഴ്സ് ആണ് ഒപ്പീനിയൻ എങ്കിൽ ഷുഡ് റിപ്പോർട്ട്. ക്ലിയർ അല്ലേ? Okay, sir. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? Book entries. Okay, second point. So first loans and advances properly secured ആണോ എന്ന് നോക്കുക. Properly secured ആണെങ്കിൽ no issues, but auditor should inquire. It is the duty of the auditor. And auditor inquire ചെയ്തിരിക്കണം. Then second point എന്താണ്? So transactions, ബുക്ക് എൻട്രീസിൽ മാത്രം വരുന്നത് പ്രിജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണെന്ന് നോക്കുക. എന്തെങ്കിലും അഡ്വേർട്സ് കമന്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? സോ നമ്മുടെ ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയോ അല്ലാത്ത കമ്പനീസിന്റെ കേസിലാണ് പറയുന്നത് എനി സെക്യൂരിറ്റീസ്. So securities held as investment. Okay. So asset എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെ നമ്മുടെ അസറ്റ് സൈഡിൽ വരണമെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. സോ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്. സോ ഇത് അങ്ങനെയല്ല, ഞാൻ പ്രൊക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഷെയർസ് എങ്ങനെ വിറ്റാൽ, ഇപ്പോഴാണ് അത് എൻക്വയറി ചെയ്യേണ്ടത്. Less than the price at which it was sold at a price less than which is less than. Okay. Purchase സോ ഞാൻ 50 രൂപയ്ക്ക് കുറെ ഷെയർ വാങ്ങിച്ച 1000 ഷെയർസ് ഉണ്ടായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. സോ ഞാനത് 40 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എന്താണ്, ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട്. ഓക്കെ, സോ ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട്. സോ അസറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ അസറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലയബിലിറ്റി സൈഡിൽ വരുന്ന നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ അസറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയോ അല്ലാത്ത കമ്പനീസ് ഇങ്ങനെ ഒരു നമ്മൾ വാങ്ങിച്ചതിന്, സോ നോർമൽ പ്രൂഡൻസ് ആണ്, വാങ്ങിച്ചതിലും കുറച്ച് 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് 40 രൂപയ്ക്ക് വിറ്റു, ദാറ്റ് ഫാക്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ക്ലിയർലി? സോ മേടിച്ച പ്രൈസിനേക്കാൾ കൂടുതലായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നോ ഇഷ്യൂസ്, അത് റിപ്പോർട്ടിൽ കേട്ടേണ്ട കാര്യമില്ല. ക്ലിയർലി? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു അടുത്തത്? whether loans and
Loans by the and company have been shown as deposits. advances, okay, shown as deposits, okay. So ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് കമ്പനി കൊടുത്തിരിക്കുന്ന ലോൺസ് അഡ്വാൻസസ് നമ്മൾ ലയബിലിറ്റി അസറ്റ്സ് ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് അല്ലാത്ത നോൺ കറണ്ട് അസറ്റ്സിന്റെ അണ്ടറിൽ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോൺസ് വരാം, അഡ്വാൻസസ് വരാം, ദെൻ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ഇത് എവിടെ ഏത് ഹെഡിന്റെ അണ്ടറിൽ കൊടുത്താലും ഫൈനലി എന്തായിരിക്കും? ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കും. ബട്ട് സോ ഞാൻ ഒരാൾക്ക് ലോൺ കൊടുത്തു, ഞാനൊരു ബിൽഡിംഗ് റെന്റ് എടുക്കാനായിട്ട് ഡെപ്പോസിറ്റ് കൊടുത്തു. സോ ലോൺ കൊടുത്തത് 1 lakh ആണ്, ബിൽഡിംഗ് ഡെപ്പോസിറ്റ് കൊടുത്തതും 1 lakh ആണ്. സോ ഇത് രണ്ടും അസറ്റ്സ് എല്ലാം ആണല്ലോ. ഈ ലോൺസ് എന്താണ് ഡെപ്പോസിറ്റ് അണ്ടറിൽ കൊണ്ടുവന്നിട്ട് 2 lakhs എന്ന് കാണിച്ചാലും എന്ത് ടാലി ആകും? ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസും അസറ്റ്സും ടാലി ആകും. ബിക്കോസ് നോൺ കറണ്ട് അസറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന പല ഹെഡ്സിൽ വരുന്ന എമൗണ്ട് ആണ് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ബട്ട് ആക്ച്വലി അത് ശരിയാണോ? ഒരെണ്ണം ലോൺ ആണ്, ചിലപ്പോൾ എനിക്ക് അതിന് അഗേൻസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടുന്നതാകാം. ഡെപ്പോസിറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി ഇപ്പൊ എന്താണ് ഇലക്ട്രിസിറ്റി അവിടെ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന്. ബട്ട് ആക്ച്വലി നമ്മളൊരു ലോൺ ഒരു റെന്റഡ് പ്രിമൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് കൊടുത്താൽ അതെന്താണ് അങ്ങനെ കിടക്കുക തന്നെയാണ് ചെയ്യത്തുള്ളൂ. എന്നാണോ അവിടുന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചു കിട്ടുന്ന ഡെപ്പോസിറ്റ് ആണത്. സോ അത് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്തെങ്കിലും ഡെപ്പോസിറ്റ്സിന്റെ അണ്ടറിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നോ ഇഷ്യൂസ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ക്ലിയർ അല്ലേ? അടുത്ത എന്തായിരുന്നു? Personal expenses. Personal expenses charged to revenue. Okay. So that means ഡയറക്ടേഴ്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ടൂർ പോയി അവിടെ പോയി ഇവിടെ പോയി അതെല്ലാം കൂടെ കൊണ്ട് കമ്പനിയുടെ P&L കൊണ്ട് തട്ടിയാൽ അതെന്താണ് പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഏതെങ്കിലും രീതിയിലുള്ള പേഴ്സണൽ എക്സ്പെൻഡിച്ചർ കമ്പനിയുടെ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നോ ഇഷ്യൂസ്. ഡെബിറ്റ് ചെയ്താൽ that matter should be reported to the members of the company. Clear അല്ലേ? Okay, sir. Then അടുത്ത എന്തായിരുന്നു? Where it is stated in the books and documents of the company that any shares have been allotted in cash. Shares allotted for cash അല്ലേ? Shares allotted for cash. Okay, so cash means fraud. So shares allotted for cash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർസിന് അഗേൻസ്റ്റ് ആയിട്ട് ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യാം? ഓഡിറ്റർ അത് ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ ഡെയിലി രജിസ്റ്റർ എന്തൊക്കെയാണോ വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു ക്യാഷ് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. സോ ആ ക്യാഷ് നോർമലി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അവരുടെ പ്രൊസീജിയർ എങ്കിൽ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതല്ല ക്യാഷ് കിട്ടിയിട്ടില്ല എങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് തന്നെ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ ആക്യുറേറ്റ് ആയിട്ട്, സോ മിസ്ലീഡിങ് അല്ലാത്ത രീതിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. there is any issues that matter അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ that matter should be reported to the members of the company. Okay, so ഈ പറയുന്ന കാര്യങ്ങൾ 1 2 3 4 5 6 മാറ്റേഴ്സ് എൻക്വയറി ചെയ്യുക. there is no adverse എൻക്വയറി ചെയ്തിട്ട് അഡ്വൈസ് ആയിട്ട് ഒന്നും തന്നെ അല്ല കമന്റ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എങ്കിൽ നോ ഇഷ്യൂസ്. ഓഡിറ്റർ എന്ത് ചെയ്യണ്ട? റിപ്പോർട്ട് ചെയ്യണ്ട. ബട്ട് ഓഡിറ്റർക്ക് ഈ പറയുന്ന 6 കാര്യങ്ങളിൽ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ടുള്ള കമന്റ് ആണ് വരുന്നതെങ്കിൽ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ഇഫ് അഡ്വൈസ്. സോ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണ്? ജസ്റ്റ് എൻക്വയറി ചെയ്യുക ഈ പറഞ്ഞ മാറ്റേഴ്സ്. ബട്ട് ഈ പറയുന്ന മാറ്റേഴ്സ് എൻക്വയറി ചെയ്തിട്ട് ഓഡിറ്റർക്ക് കിട്ടുന്ന റെസ്പോൺസ് അഡ്വൈസ് അല്ലെങ്കിൽ ഓഡിറ്റർക്ക് കിട്ടുന്ന ആ ഒരു ഒപ്പീനിയൻ അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് റിപ്പോർട്ട്. അതർവൈസ് നോ ഇഷ്യൂസ്. എൻക്വയറി ചെയ്യുക, അതിനെ പാട്ടിൽ ഇട്ടേക്കുക. ക്ലിയർ അല്ലേ?
സോ ഏതൊക്കെയായിരുന്നു 6 പോയിന്റ്സ്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രോപ്പർലി സെക്യൂർഡ് ആണോ? ബുക്ക് എൻട്രീസ്, മിയർ ബുക്ക് എൻട്രീസ് മാത്രം വരുന്നത് prejudicial to the interest of the company or members. Then securities sold at a price less than the purchase price. Then loans and advances shown as deposits. Then whether any personal expenditure charged to revenue. Then last one, shares allotted for cash ആണെങ്കിൽ നമ്മൾ എന്താണ് ക്യാഷ് ബുക്ക്, ഡെയിലി രജിസ്റ്റർ, അങ്ങനെയുള്ള എല്ലാം തന്നെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ആക്ച്വലി ഈ പറയുന്ന ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടോ, റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എങ്ങോട്ട് പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ. ദെൻ ക്യാഷ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു മിസ്ലീഡ് ചെയ്യാത്ത രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്നത് പോലെ പെൻഡിങ് എന്ന ഷെയർസ് പെൻഡിങ് അല്ലെങ്കിൽ അരിയേഴ്സ് പെൻഡിങ് അല്ലെങ്കിൽ അരിയേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടോ ബുക്സിൽ, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഈ പറയുന്ന 6 കാര്യങ്ങൾ എന്തെങ്കിലും ഫോളോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അഡ്വൈസ് ആണ് ഒപ്പീനിയൻ എങ്കിൽ that fact should be reported to the members of the company. So very very important. നമുക്ക് എക്സാംസിൽ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഇത് ജസ്റ്റ് എൻക്വയറി ചെയ്യുക. എൻക്വയറി ചെയ്തിട്ട് അഡ്വൈസ് ആണ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഡ്വൈസ് ആണ് അതിന്റെ ആൻസർ എങ്കിൽ that matter should be a report to the members of the company. Clear അല്ലേ? So 6 പോയിന്റ്സ് എന്തൊക്കെയാണ്? Loans and advances properly secured ആണോ അല്ലയോ? Book entries prejudicial to the interest of the company and members ആണോ? Securities held as investment sold at a price less than its purchase price. Loans and advances are treated and shown under deposits. Personal expenditure charged to revenue. Shares allotted for cash. Clearly. ഇത് ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണ്. ഇത് ഓഡിറ്റർ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഓഡിറ്റർ ഷുഡ്. ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണ്. ഓഡിറ്ററുടെ റൈറ്റോ അല്ലെങ്കിൽ പവറോ അല്ല. ഓഡിറ്ററുടെ ഡ്യൂട്ടി ആണ് ടു എൻക്വയർ. സോ റിമൈനിങ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 128 മുതൽ 138 വരെയുള്ള സെക്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സോ ആ ഒരു 2, അതായത് ലോയിലാണെങ്കിലും ഓഡിറ്റിംഗ് 139 to 148 ഓഡിറ്റിംഗിലാണ് ഇമ്പോർട്ടൻസ്, ബട്ട് ലോയിലും പറയുന്നുണ്ട്. സോ 128 മുതൽ 148 വരെയുള്ള സെക്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ 2 ഓഡിറ്റിംഗിനാണെങ്കിലും ലോയ്ക്കാണെങ്കിലും. സോ ഓഡിറ്റിംഗിലും പല ഏരിയാസിലും നമുക്ക് ഓഡിറ്റിംഗിന്റെ റിവ്യൂല് 128ലും 129ലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഓഡിറ്റിന്റെ റിവ്യൂല് 128 പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ? 129 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓഡിറ്റിന്റെ റിവ്യൂല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. ബട്ട് ലോയില് അത് ഇൻഡെപ്ത് ചോദിക്കും. ഇപ്പം പറഞ്ഞ പോലെ സെക്ഷൻ 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നുള്ളത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെ കീപ്പ് ചെയ്യണം, രജിസ്റ്റേർഡ് ഓഫീസിൽ മാത്രമേ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര കാലം കീപ്പ് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോയില് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ട് 128 മുതൽ 148 വരെയുള്ള സെക്ഷൻസ് ഇൻഡെപ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, റിമൈനിങ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.